ഹലോ. നീ എവിടെയാ? നീ ഇറങ്ങിയില്ലേ? ഞാനിപ്പോൾ ഇറങ്ങിയുള്ളൂ അമ്മ. ബസ് കിട്ടുമോ നോക്കട്ടെ. നോക്കിയിട്ട് വരണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ. അതെ, എത്രയാ? ഇവിടെ റൂം എടുത്തിട്ടുണ്ട്, വരുന്നോ? നമ്മൾ രണ്ടുപേരുള്ളോ, പൊളിക്കണ്ടേ? തകർക്കണം. രണ്ടാമത് വരൂ. വരാണ്ട് പിന്നെ ആ കുട്ടി ബസ് കാത്തുക്ക. ഞാൻ വരാം. 2000 തന്നാ മതി. അതിന് നീ പെണ്ണ് തന്നെയാണോ? വെച്ച് കെട്ടി വന്നോളൂ. പോയി ഊരി നോക്കടാ, 2000-നുള്ളതെന്ന് അറിയണ്ടേ? പെണ്ണാന്ന് പറഞ്ഞവരൊന്ന് വന്നോളൂ. എടോ, ഇനി ഇവിടെ കിടന്ന് വേണ്ടാത്ത പറഞ്ഞ ഇനിയിപ്പം പോലീസിന് വിളിക്കും. മറ്റേ അതിക്ക് പൊക്കോ. നീ വണ്ടി എടുത്ത ഇവരേ മറ്റേ ടീംസാ. നമുക്കൊന്ന് എടുത്തെടുത്ത്. ഇവന്മാർക്കൊന്നും അമ്മയും പെങ്ങന്മാരൊന്നുമില്ലേ? അല്ല, ചേച്ചി എന്തിനാ ഇതൊക്കെ കേട്ടിക്കണേ? ചേച്ചിക്ക് തിരിച്ചു പറഞ്ഞൂടെ? എന്തിന്? എനിക്കിതൊക്കെ ശീലായി. ഇതിലും വലത്ത് കേൾക്കണതാ. ഞങ്ങളെ പോലുള്ളവരോട് എന്തു ആവാലോ. മോളെ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ വീട്ടിൽ പോവാനേ ചേച്ചി. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. ബസ്സും പോയിന്നാ തോന്നുന്നു. ലാസ്റ്റ് ബസ് പോയി മോളെ. മോളെ ഏതെങ്കിലും വണ്ടി ബുക്ക് ചെയ്യും. വണ്ടി വരും വരെ ഞാനിവിടെ ഇരിക്കും. അല്ല, ചേച്ചിയുടെ പേരെന്താ? വീടെവിടെയാ? ഇവിടെ തന്നെയാണോ? വീട് ഇവിടെ തന്നെയാണ്. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചേച്ചി എങ്ങനെ ഇങ്ങനെയൊക്കെ ആയേ? വീട്ടിലൊന്നും കുഴപ്പമില്ലേ? അവരൊന്നും പറയില്ലേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ? അതിനെനിക്ക് വീടും വീട്ടുകാരൊന്നുമില്ല. കുറേ മുന്നേ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ വീട് വിട്ടിറങ്ങി. അമ്മന്റെ വളയൊക്കെ എവിടെ? ലിപ്സ്റ്റിക്കും ഇല്ല. നീ എവിടെയെങ്കിലും കൊണ്ടുവച്ചത് എന്നോട് ചോദിച്ചാൽ ഞാനെന്താ പറയാ? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നിന്റെ പെങ്ങൾക്ക് പല അന്വേഷണങ്ങളും വരുന്നുണ്ട്. അത് നീയായിട്ട് മുടക്കരുത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് വിഷം വാങ്ങിത്തായോ. വയ്യ നാണം കെട്ട് ജീവിക്കാൻ. അല്ലെങ്കിൽ നീ പോയിട്ട് വല്ല വണ്ടിക്കും തലവയ്ക്ക്. ജനിച്ചിട്ടില്ല ഞങ്ങൾ വിചാരിച്ചോണ്ട്. ഒന്നുപോലെ ആണായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ പെണ്ണായിട്ട്. രണ്ടും കെട്ട് ജീവിക്കരുത്. മനഃപൂർവ്വമല്ല അമ്മ, എനിക്കറിയില്ല. എന്നോട് ദേഷ്യപ്പെടരുത്. അമ്മയ്ക്കറിയാം. അമ്മയുടെ മോൻ എങ്ങോട്ടേലും പോയിക്കോ. അമ്മ പ്രാർത്ഥിക്കാം, എൻ്റെ കുട്ടിക്ക് നല്ലതേ വരും. നീ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് വരരുത്. പോയിക്കോ. ചേച്ചി എന്തിനാ ഈ ജോബ് ചെയ്യണേ? വേറെ ജോലി നോക്കിക്കൂടെ? ഞങ്ങളെ പോലുള്ളവർക്ക് ജോലി കിട്ടാൻ പാടാ. കുറേ അന്വേഷിച്ചു. പോയടത്തൊക്കെ ഒന്നല്ലെങ്കിൽ ആണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ. ഞങ്ങളെ പോലുള്ളവർക്ക് ജോലി കിട്ടില്ല. അങ്ങനെ ഇതിനിറങ്ങി ഇവിടെ കുറേ അനുഭവിച്ചു. ഒരുപാട് മനുഷ്യരുടെ കൂടെ.
ഇത് പറഞ്ഞ പൈസ ഇല്ലല്ലോ. നിനക്കതൊക്കെ മതിയടി. ഇത് പറ്റില്ല, പറഞ്ഞ പൈസ വേണം. നീ പറഞ്ഞ പൈസക്ക് എനിക്ക് കൊള്ളാവുന്ന പെണ്ണിനെ ഇറങ്ങി കളിക്കാലോ. നിനക്കതൊക്കെ മതി. ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറയരുത്. താൻ പറഞ്ഞതൊക്കെ ചെയ്തന്നല്ലേ. എടി മയിലെ കുണച്ച വർത്താനം പറയാതെ കിട്ടിയ പൈസ മാറ്റി പോവാൻ നോക്കി. അവളെ കാലിൻ്റെ ഇടത്തിലും. ഇതൊക്കെ തന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. കൂടെ കിടന്നും പോരാ, അനാവശ്യം പറയുന്നു. വീട്ടുകാരെ പറ്റി പറഞ്ഞോടി കൂത്തിച്ചു മോളെ. കിട്ടിയ കാശ് പോരാണ്ടോടി പൊലയാടി മോളെ. വീട്ടുകാരെ പറ്റി കിട്ടിയ കാശ് വാങ്ങിച്ചിട്ട് മിണ്ടാതെ പോയ മയില നിനക്ക് ചെത്തിക്കളഞ്ഞ് വന്നിട്ട് കൊണക്കാൻ. ഇവിടെ ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും ആരും വില തരില്ല. ഞങ്ങളെ കണ്ട എന്തോ അറപ്പ് പോലെയാണ്. കുട്ടികൾക്കൊക്കെ ഞങ്ങളെ കണ്ട അത്ഭുതം പേടി വയ്ക്കുകയാണ്. സ്നേഹം കൊണ്ട് അടുത്ത് വരുന്നവരൊക്കെ അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആട്ടും തുപ്പാണ്. ഞങ്ങൾ മനുഷ്യരല്ലേ. നിങ്ങളെ ഉണ്ടാക്കിയ അതിദൈവം തന്നെയല്ലേ ഞങ്ങളെ സൃഷ്ടിച്ചത്. പ്രസവിക്കാൻ പറ്റില്ലെന്നുള്ളൂ. ഞങ്ങളും പെണ്ണുങ്ങൾ തന്നെയാണ്. അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കുകയും കുറ്റപ്പെടുത്താതെ ഇരുന്നൂടെ. ഞങ്ങൾക്കൊരു സങ്കടങ്ങൾ, ഞങ്ങൾക്കൊരു സ്വപ്നങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മോളെ. ഞാൻ പോട്ടെ, എവിടെയും വെച്ചിട്ട് കാണാം. ചേച്ചി ആ? ഞാനൊന്ന് ഹാക്ക് ചെയ്തോട്ടെ. അതിനെന്താ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരാൾ എന്നെ സ്നേഹത്തോടെ പെരുമാറുന്നതും കെട്ടിപ്പിടിക്കുന്നതും. പോട്ടെ മോളെ, പോട്ടെ, നന്നായി വരും. ശരിക്കും ഇവരെ അകറ്റി നിർത്താതെ ചേർത്ത് പിടിക്കാനല്ലേ നോക്കണ്ടേ? ഇവരും ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയല്ലേ. കുറേ കഷ്ടപ്പാടിലൂടെ കടന്നു വന്നിട്ടും തളരാതെ പിടിച്ചു നിൽക്കുന്ന ഇവരല്ലേ ശരിക്കും സൂപ്പർ വുമൺ.